പ്രോസസ്സിംഗ് ഓഫ് മെസ്സഞ്ചർ ആർ എൻ എ. ബാക്ടീരിയയിൽ എം ആർ എൻ എ എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്. ദെൻ ബാക്ടീരിയയിൽ ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, ദെൻ അതിൻ്റെ ഫൈനൽ ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ ഈ അൺസ്റ്റേബിൾ ആയിട്ടുള്ള എം ആർ എൻ എനെ മോഡിഫൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യം ബാക്ടീരിയയിൽ അങ്ങനെ വരുന്നില്ല. ഇറ്റ് ഈസ് വെരി സെൽഡം പ്രോസസ്ഡ് ഓർ മോഡിഫൈഡ്. ബട്ട് യൂക്കാരിയോട്സിൽ ഈ എം ആർ എൻ എ എന്ന് പറയുന്നത് ഇനീഷ്യലി സ്റ്റേബിൾ ആണ്, ബട്ട് ഫങ്ഷണലി ഇനേർട്ട് ആൻഡ് ഇമ്മെച്വർ ആണ്. അതുകൊണ്ട് തന്നെ ഈ എം ആർ എൻ എക്ക് കെമിക്കൽ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ നടത്തേണ്ട ആവശ്യമുണ്ട്. ന്യൂക്ലിയസിൽ വെച്ചിട്ടാണ് ഈ ഒരു മോഡിഫിക്കേഷൻ നടക്കുന്നത്. എം ആർ എൻ എ മോഡിഫിക്കേഷൻ്റെ സമയത്ത് കുറച്ച് പ്രോസസ്സിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. സ്പ്ലൈസിയോസോം, പോളി അഡിനിലേഷൻ എൻസൈംസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രോസസ്സിംഗ് ഫാക്ടേഴ്സ് വന്നിട്ട് DNA പോളിമറേസ് 2 എന്ന് പറഞ്ഞൊരു എൻസൈമായിട്ട് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് ഇവരാണ് ഈ എം ആർ എൻ എ പ്രോസസ്സ് ചെയ്യുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് പുതിയതായിട്ട് സിന്തസൈസ് ചെയ്തിട്ടുള്ള എം ആർ എൻ എ മോളിക്യൂൾസിനെ സ്ട്രക്ചറലിയും ഫങ്ഷണലിയും മോഡിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് എം ആർ എൻ എ പ്രോസസ്സിംഗ്. ആൻഡ് ദിസ് മോഡിഫിക്കേഷൻ ഇൻക്ലൂഡ്സ് കോ ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ ആൻഡ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ. ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നതിനൊപ്പമുള്ള എം ആർ എൻ എൻ്റെ മോഡിഫിക്കേഷനാണ് കോ ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ. ട്രാൻസ്ക്രിപ്ഷൻ നടന്നു കഴിഞ്ഞ് എം ആർ എൻ എ സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നടക്കുന്ന മോഡിഫിക്കേഷനാണ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ. സോ കോ ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ occurs during transcription and the post transcriptional modification occurs after transcription. ഒരു DNA ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്ന് ട്രാൻസ്ക്രൈബ് ചെയ്ത് വരുന്ന എം ആർ എൻ എ മോളിക്യൂളിനെയാണ് നമ്മൾ എം ആർ എൻ എ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് വിളിക്കുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ നേസെന്റ് ട്രാൻസ്ക്രിപ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് പ്രൈമറി എം ആർ എൻ എ ട്രാൻസ്ക്രിപ്റ്റ് ഓർ പ്രൈമറി എം ആർ എൻ എ ഓർ പ്രീ എം ആർ എൻ എ. ദെൻ അതിനെ ഹെട്രോജീനസ് ന്യൂക്ലിയർ ആർ എൻ എ, HNRNA കൂടിയും വിളിക്കും ഈ ഒരു പ്രൈമറി ആർ എൻ എ ട്രാൻസ്ക്രിപ്റ്റിനെ. ബിക്കോസ് ഈ പ്രൈമറി ആർ എൻ എ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് എക്സിസ്റ്റ് ഇൻ എ ഗ്രേറ്റ് വെറൈറ്റി ഓഫ് സൈസ്. അതുകൊണ്ടാണ് ഇതിനെ ഹെട്രോജീനസ് ന്യൂക്ലിയർ ആർ എൻ എ എന്നും കൂടി വിളിക്കുന്നത്. യൂക്കാരിയോട്സിൻ്റെ പ്രൈമറി ആർ എൻ എ ട്രാൻസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ പ്രീ എം ആർ എൻ എക്കാണ് പ്രോസസ്സിംഗ് നടക്കുന്നത്. ഈ ഒരു പ്രോസസ്സിംഗ് 5 സ്റ്റെപ്പിലായിട്ടാണ് നടക്കുന്നത്. ആൻഡ് ദേ ആർ കെമിക്കൽ മോഡിഫിക്കേഷൻ ഓഫ് ബേസസ്, സ്പ്ലൈസിംഗ് ഓർ ട്രിമ്മിംഗ്, ക്യാപ്പിംഗ്, ടെയിലിംഗ് ആൻഡ് എം ആർ എൻ എ എഡിറ്റിംഗ്. ആദ്യത്തെ മോഡിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് കെമിക്കൽ മോഡിഫിക്കേഷൻ ഓഫ് ബേസസ് ആണ്. ഈ എം ആർ എൻ എയിലുള്ളത് നൈട്രജൻ ബേസസ് ആണ്. അഡിനിൻ, യുറാസിൽ, സൈറ്റോസിൻ ആൻഡ് ഗ്വാനിൻ എന്ന് പറഞ്ഞ നൈട്രജൻ ബേസസ് ആണ്. ഈ നൈട്രജൻ ബേസസിൻ്റെ മോഡിഫിക്കേഷനാണ് ആദ്യത്തെ എം ആർ എൻ എ പ്രോസസ്സിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു എം ആർ എൻ എ സ്ട്രാൻഡിൽ പ്രസൻ്റ് ആയിട്ടുള്ള അഡിനിൻ റെസിഡ്യൂസിന് മീതൈലേഷൻ, മീതൈൽ ഗ്രൂപ്പ് അതായത് CH3 ഗ്രൂപ്പ് ഈ എം ആർ എൻ എയിലുള്ള അഡിനിനിലേക്ക് അറ്റാച്ച് ചെയ്യും. ആൻഡ് ഇറ്റ് സിഗ്നിഫിക്കൻസ് ഇസ് നോട്ട് നോൺ. ദ നെക്സ്റ്റ് പ്രോസസ്സിംഗ് പ്രോസസ്സാണ് സ്പ്ലൈസിംഗ്. സ്പ്ലൈസിംഗ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ടെയിലറിംഗ് ആണ്. ബിക്കോസ് ഈ ഒരു ഉണ്ടായി വന്നിട്ടുള്ള ഈ പ്രൈമറി ആർ എൻ എ ട്രാൻസ്ക്രിപ്റ്റിൽ കോഡിംഗ് ആൻഡ് നോൺ കോഡിംഗ് സീക്വൻസ് ഓൾട്ടർനേറ്റ് ചെയ്ത് വരുന്നുണ്ട്. എക്സോൺസ് ആണ് കോഡിംഗ് സീക്വൻസ് ആൻഡ് ഇൻട്രോൺസ് നോൺ കോഡിംഗ് ആണ്. നമുക്ക് എക്സോൺസ് മാത്രം മതി, ഈ ഇൻട്രോൺസിനെ കട്ട് ചെയ്ത് കളയണം, സ്പ്ലൈസ് ചെയ്ത് കളയണം. ആ ഒരു പ്രോസസ്സാണ് സ്പ്ലൈസിംഗ് അല്ലെങ്കിൽ ട്രിമ്മിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് നോൺ കോഡിംഗ് റീജിയൻസ് ഓഫ് ദിസ് പ്രീ എം ആർ എൻ എ are sliced out by the enzyme called ribonucleases. Ribonucleases എന്ന് പറഞ്ഞ എൻസൈമാണ് ഈ ഇൻട്രോൺസിനെ കട്ട് ചെയ്ത് മാറ്റുന്നത്. ആൻഡ് ബാക്കി വരുന്ന എക്സോൺസിനെ ജോയിൻ ചെയ്തിരിക്കുന്നത് RNA ലിഗേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമാണ്. അപ്പോൾ ആദ്യം ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ടുണ്ടായി വന്നിട്ടുള്ള ഈ ലോങ് പ്രീ എം ആർ എൻ എ എന്ന് പറയുന്നത് ട്രിം ചെയ്ത് അതിൻ്റെ ഡിസൈർഡ് ലെങ്ത്തിലും അതിൻ്റെ റിക്വയർഡ് ന്യൂക്ലിയോട്ടൈഡ് കമ്പോസിഷനിലും എത്തും. Then third modification process of mRNA is capping. ഈ സ്പ്ലൈസ് ചെയ്ത എം ആർ എൻ എക്ക് ഒരു 5' എൻഡും ഉണ്ട്, ഒരു 3' എൻഡും ഉണ്ട്. അതിൻ്റെ 5' എൻഡിൽ ഒരു ക്യാപ്പ് ആഡ് ചെയ്ത് കൊടുക്കും. ക്യാപ്പ് എന്ന് പറയുന്നത് 7-methyl guanosine ആണ്. മീതൈലേറ്റഡ് ഗ്വാനിൻ ന്യൂക്ലിയോസൈഡിനെയാണ് ഈ ഒരു പ്രൈമറി ആർ എൻ എ ട്രാൻസ്ക്രിപ്റ്റിൻ്റെ 5' എൻഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്യാപ്പിംഗ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇതിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്, അതായത് ക്യാപ്പിംഗ് നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് mRNA ഗ്വാനൈൽ ട്രാൻസ്ഫറേസ്. ആൻഡ് ഈ ക്യാപ്പിനും മീതൈലേഷൻ നടക്കും, അതായത് CH3 ഗ്രൂപ്പിന്റെ അഡീഷൻ നടക്കും. ആൻഡ് ദിസ് മീതൈലേഷൻ ഈസ് ഡൺ ബൈ ഗ്വാനിൻ മീതൈൽ ട്രാൻസ്ഫറേസ്. Then fourth process in mRNA modification is tailing. Tailing എന്ന് പറയുന്നത് പോളി അഡിനിലേഷൻ ആണ്. ക്യാപ്പിംഗ് ചെയ്തത് 5' എൻഡിലാണെങ്കിൽ ടെയിലിംഗ് നടക്കുന്നത് 3' എൻഡിലാണ്. ഇവിടെ കാണാം പോളി എ ടെയിൽ, അതായത് അഡിനിൻ ന്യൂക്ലിയോടൈഡ്സ് മോർ ദാൻ 200 അഡിനിൻ ന്യൂക്ലിയോടൈഡ്സ് ഈ 3' എൻഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അതായത് പ്രീ mRNAയുടെ 3' എൻഡിലേക്ക് about more than 200 adenine nucleotides add ചെയ്ത് കൊടുക്കും. And this process is catalyzed by the enzyme adenylic acid transferase. ഈ ഒരു പ്രോസസ്സാണ് പോളി അഡിനിലേഷൻ അല്ലെങ്കിൽ ടെയിലിംഗ് എന്ന് വിളിക്കുന്നത്. ദെൻ mRNA മോഡിഫിക്കേഷനിലെ ലാസ്റ്റ് പ്രോസസ്സാണ് mRNA എഡിറ്റിംഗ്. mRNA എഡിറ്റിങ്ങിൽ ഈ ഒരു കോഡിംഗ് റീജിയൻസ് ആയിട്ടുള്ള എക്സോൺസിൽ നിന്ന് നമുക്ക് വാണ്ടഡ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്യും, അൺവാണ്ടഡ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ്സിനെ ഡിലീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് mRNA എഡിറ്റിംഗ്. അങ്ങനെ അഡീഷൻ ആൻഡ് ഡിലീഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് നടക്കുന്നത് കൊണ്ട് തന്നെ ഈ എക്സോൺസിൽ എൻകോഡ് ചെയ്തിട്ടുള്ള ജനറ്റിക് ഇൻഫോർമേഷൻസ് ചേഞ്ച് ആകും. അപ്പോൾ ഈ mRNA മോളിക്യൂൾ എന്ന് പറയുന്നത് അത് DNA ടെംപ്ലേറ്റിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ട് മാറും ഈ ഒരു ജനറ്റിക് ഇൻഫോർമേഷൻ ഓൾട്ടർ ചെയ്യുന്നതിലൂടെ. സോ ഇത്രയുമാണ് പ്രോസസ്സിംഗ് ഓഫ് mRNA, അതിൽ 5 സ്റ്റെപ്സും. നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്പോർട്ട് ഓഫ് RNAs ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം. ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത് ഒരു സെല്ലിൻ്റെ ന്യൂക്ലിയസിൻ്റെ അകത്ത് വെച്ചിട്ടാണ്. ബിക്കോസ് ട്രാൻസ്ക്രിപ്ഷൻ മെഷീനറീസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ന്യൂക്ലിയസിൻ്റെ അകത്താണ്. നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് DNA ഇരിക്കുന്നത് ന്യൂക്ലിയസിൻ്റെ അകത്താണ്. സോ DNAയിൽ നിന്ന് RNA ഉണ്ടാവുന്ന പ്രോസസ്സ്, ദാറ്റ് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിൻ്റെ അകത്താണ്. ദെൻ ട്രാൻസ്ലേഷൻ നടക്കാനായിട്ടുള്ള മെഷീനറീസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിലാണ്. സോ ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ടുണ്ടായിട്ടുള്ള RNA ഇപ്പോൾ ഇരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. അത് സൈറ്റോപ്ലാസത്തിലേക്ക് എത്തണം, അതിന് ട്രാൻസ്ലേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. അതാണ് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്, ട്രാൻസ്പോർട്ട് ഓഫ് RNAs ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം. പ്രോകാരിയോട്സിൽ ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആയതുകൊണ്ട് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് കപ്പിൾഡ് ആണ്. ബട്ട് യൂക്കാരിയോട്സിൽ ന്യൂക്ലിയസ് പ്രസൻറ്റ് ആയതുകൊണ്ട് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ, ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ നടക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൈമറി mRNA ട്രാൻസ്ക്രിപ്റ്റിനെ ഒരുപാട് പ്രോട്ടീൻസ് വന്ന് കോംപ്ലക്സ് ചെയ്യും. ആ പ്രോട്ടീൻസ് ആണ് റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻസ്. സോ ഈ mRNAയിൽ വന്നിട്ട് കുറേ റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻസ് അറ്റാച്ച് ചെയ്യും. കാരണം ഈ ഒരു ന്യൂക്ലിയസിൽ നിന്നുള്ള സൈറ്റോപ്ലാസത്തിലേക്കുള്ള ട്രാൻസ്പോർട്ടിൻ്റെ സമയത്ത് ഈ ഒരു mRNA ഡീഗ്രേഡ് ചെയ്ത് പോകാം, ഒരുപാട് എൻസൈംസ് വന്നിട്ട് ഈ mRNA ക്ലീവ് ചെയ്ത് പോകാം. സോ ഈ ഒരു mRNAക്ക് പ്രൊട്ടക്ഷൻ ആയിട്ടാണ് ഈ റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻസ് വന്നിട്ട് ഈ mRNAയിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. സോ ഓൾ ദീസ് റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻസ് പ്രൊവൈഡ് അഡീഷണൽ പ്രൊട്ടക്ഷൻ ടു RNAs ഫ്രം എൻസൈമാറ്റിക് ബ്രേക്ക് ഡൗൺ. അങ്ങനെ mRNA ബൈൻഡ് ചെയ്യുന്ന ഒരു റൈബോ ന്യൂക്ലിയോ പ്രോട്ടീനാണ് ഇൻഫോമോഫർ. ഇൻഫോമോഫർ എന്ന് പറഞ്ഞിട്ടൊരു പ്രോട്ടീൻ ആയിട്ടാണ് mRNA ബൈൻഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഫോംസ് ആൻ mRNA ഇൻഫോമോഫർ കോംപ്ലക്സ്. അങ്ങനെ ഈ mRNAയും ഇൻഫോമോഫർ കോംപ്ലക്സുമായിട്ടാണ് ഈ ഒരു സൈറ്റോപ്ലാസത്തിലേക്ക് ഇവരെത്തുന്നത്. സൈറ്റോപ്ലാസത്തിൽ എത്തിക്കഴിയുമ്പോൾ ഈ ഒരു കോംപ്ലക്സിനോട് ഒരുപാട് സൈറ്റോപ്ലാസ്മിക് പ്രോട്ടീൻസ് വന്ന് അറ്റാച്ച് ചെയ്യും. ഇത്ര നേരം ഈ mRNAയോട് അറ്റാച്ച് ചെയ്തിരുന്നത് ന്യൂക്ലിയസിലുള്ള പ്രോട്ടീൻസ് ആയിരുന്നു, അതായത് ഇൻഫോമോഫർ പോലെയുള്ള ഇൻഫർമേഷൻ കാരിയേഴ്സ് ആയിരുന്നു. ദെൻ സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുമ്പോൾ ഇത് സൈറ്റോപ്ലാസ്മിക് പ്രോട്ടീൻസിനോട് ബൈൻഡ് ചെയ്യും. ആൻഡ് ഇറ്റ് ഫോംസ് ആൻ ഇൻഫോമോസോം. ദെൻ ഫൈനലി അവർ റൈബോസോമൽ സബ് യൂണിറ്റ്സിനോട് അറ്റാച്ച് ചെയ്യും. കാരണം റൈബോസോം ആണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കേണ്ട മെഷീനറി എന്ന് പറയുന്നത്. റൈബോസോമിൽ വെച്ചിട്ടാണ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് നടക്കേണ്ടത്. അപ്പോൾ സൈറ്റോപ്ലാസത്തിൽ എത്തിയതിനു ശേഷം ഇവർ റൈബോസോമൽ സബ് യൂണിറ്റ്സ് ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഇറ്റ് ഫോംസ് ആൻ mRNA റൈബോസോം കോംപ്ലക്സ്. അങ്ങനെ ജനറ്റിക് ട്രാൻസ്ലേഷൻ, ദാറ്റ് ഈസ് പ്രോട്ടീൻ ബയോസിന്തസിസ് ഈ ഒരു സൈറ്റോപ്ലാസത്തിലെ റൈബോസോം കോംപ്ലക്സിൽ സ്റ്റാർട്ട് ചെയ്യും.